ഏതൊരു പുതിയ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു വലിയ പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി. വിശുദ്ധനായി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നമ്മളിൽ എന്നും ജീവിക്കും. ഈ മനുഷ്യൻ നീതിമാനായിരുന്നുള്ള ഒരു മനസ്സിലെ വിഷമം എപ്പോഴും നീതിമാനായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രം, വേറെ ആരും ഇനി ഉണ്ടാകുകയില്ല. ഏതു കാലത്ത് ജനഹിതം തേടിയാലും പുതുപ്പള്ളിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നൊരു പേരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി. ആവർത്തിക്കപ്പെടാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ലാത്ത രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ അതികായൻ. കഠിനാധ്വാനത്തിലൂടെയും കുശാഗ്രബുദ്ധിയിലൂടെയും 18 അടവും പറ്റി രാഷ്ട്രീയത്തിന്റെ നാനാവശങ്ങളെ കാച്ചിക്കുറുക്കിയെടുത്ത് നമ്മുടെ പുതുപ്പള്ളിയുടെ മണ്ണിലെ മനുഷ്യരിലൂടെ വേരോടിച്ച നമ്മുടെ ജനകീയ നേതാവ് ഉമ്മൻചാണ്ടി സർ. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 3 വർഷം തികയുകയാണ്. പുതുപ്പള്ളി മാത്രമല്ല അന്ന് ആ വിയോഗത്തിൽ പൊട്ടിക്കരഞ്ഞത്. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന സർവരും കണ്ണീരണിഞ്ഞു. ആവർത്തിക്കപ്പെടാൻ സാധ്യതയൊട്ടും തന്നെയില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ ജനകീയ നേതാവ് അനശ്വരതയിലാണ്ടിട്ട് ഇന്നേക്ക് 3 വർഷമാവുകയാണ്. ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ആശ്വാസമാകുമായിരുന്ന വലിയ വിജയം ജനങ്ങൾ നൽകി. അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചത് UDF-നെ മാത്രമല്ല, ഉമ്മൻചാണ്ടിയെ കൂടിയാണ്. കാരണം അദ്ദേഹം അധ്വാനിച്ചത് വൃഥാവിലായില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ പ്രസ്ഥാനത്തിനും UDF-നും വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിജയം ഉമ്മൻചാണ്ടിയുടെ കൂടെ വിജയമാണ്. അതിൻ്റെ പ്രതീകമായിട്ട് ചാണ്ടി ഉമ്മനും നല്ല രീതിയിൽ ഇവിടെ നിന്ന് പുതുപ്പള്ളിയിൽ നിന്നും ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിലായാലും പിന്നത്തെ തെരഞ്ഞെടുപ്പിലായാലും വൻ ഭൂരിപക്ഷത്തോടുകൂടെ ജയിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് വലിയ പ്രചോദനമാണെന്ന് മാത്രമല്ല, ഗൗരവമായും മാന്യമായും മനുഷ്യോപകാരപ്രദമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഏതൊരു പുതിയ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു വലിയ പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സാർ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് വീണ്ടും എത്തി. 3 ആണ്ടുകൾ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പ്രയാസം. ഇന്നും കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ UDF-നും ജനങ്ങൾക്കും അനുഗ്രഹ വർഷമായി ഉമ്മൻചാണ്ടി സാർ ഉണ്ട്. കരുണയുടെയും കരുതലിൻ്റെയും വികസനത്തിൻ്റെയും എല്ലാം പ്രതിരൂപം. അദ്ദേഹത്തിനെതിരെ യാതൊരർത്ഥവുമില്ലാത്ത ആരോപണങ്ങളുടെ ശരശയ്യയിൽ അദ്ദേഹത്തെ ആക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് വിശുദ്ധനായി പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നമ്മളിൽ എന്നും ജീവിക്കും. പലരും നിറകണ്ണുകളോടെയാണ് പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ ഓർമ്മിച്ചെടുക്കുന്നത്. ഉമ്മൻചാണ്ടിനെ കാണാനായിട്ട് വന്നാണ്. കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഈ മനുഷ്യൻ നീതിമാനായിരുന്നുള്ള ഒരു മനസ്സിലെ വിഷമം എപ്പോഴും നീതിമാനായിരുന്നു. പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷം തികയുകയാണ്. ഈ ഒരു ദിവസത്തിൽ എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ? മോളെ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സാറ് മോളുടെ പേരൻസിൻ്റെയും എൻ്റെ പേരൻസിൻ്റെയും ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും മനുഷ്യസ്നേഹം പങ്കുവെച്ച മഹാനായ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ UNOയുടെ ആദരവ് നേടിയ സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു. മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മഹാമനസ്കത, വിശാലമായ സംസ്കാരത്തിൻ്റെ ഉടമയാണ്. നിറവും ജാതി മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ സഹായത്തിന് അടുത്ത് ചെല്ലുന്ന പാവങ്ങളെ
ഏത് വിധത്തിൽ സഹായിക്കാമെന്ന് ചിന്തിച്ച് തലപുകച്ച് ഭരണ പരിചയം നേടിയ മഹാനായ ഒരു പ്രതിഭയായി. ആ മനുഷ്യനെ ഈ കേരളത്തിലെ ജനങ്ങൾ മറക്കുകയാണ്. മരിക്കില്ല, ഉമ്മൻചാണ്ടി മരിക്കില്ല. അത്രമാത്രം ജനസേവനം നടത്തിയ മഹാനായ ഒരു പുണ്യാത്മാവ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം, അദ്ദേഹത്തിന്റെ ഒരു ചിത്രമാണ് കയ്യിലുള്ളത്. സാധാരണ ഇവിടെ ആരുടെയും കയ്യിൽ അങ്ങനെ ഒരു ചിത്രം ഞാൻ കണ്ടില്ല. ആദ്യത്തെ ഓർമ്മ ദിവസം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു നോട്ടീസ് കൊടുത്തൊരു കാർഡ്, അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഇപ്രാവശ്യം ഇങ്ങനെ ആക്കിയതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് അത്രയും സ്നേഹവും അതുപോലെ തന്നെ ആ ഒരു അടുപ്പവും ഒക്കെയാണല്ലോ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ സ്നേഹിക്കാൻ ഈ രാജ്യത്ത് തുറന്നു പറയാതെ സതീശനെ കൊണ്ടും പറ്റിയല്ല. അത് പുള്ളി ജനങ്ങളെ സേവിക്കാനും സ്നേഹിക്കാനും കരുതാനും മാത്രം ജനിച്ച, അതായത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം പറഞ്ഞാൽ യേശുക്രിസ്തു പഠിപ്പിച്ച മാർഗങ്ങൾ ജീവിതത്തോട് കാണിച്ചു തന്ന ഒരു മഹാമനുഷ്യനായിരുന്നു. അതുപോലെ ആർക്കും പറ്റിയല്ല, ഒരു ജന്മം ഉണ്ടാകില്ല. ചാണ്ടുമ്മിന് പോലും അത്രയും ഉയരാൻ പറ്റിയല്ല. അപ്പോൾ ജനകീയ നേതാവെന്ന് പറയുമ്പോൾ ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണല്ലേ? പുള്ളിയുടെ സഹായം മേടിക്കാത്ത ഒരു കത്തിലൂടെയാണെങ്കിലും ഒരു ഫോണിലൂടെയാണെങ്കിലും സാമ്പത്തിക സഹായമാണെങ്കിലും അത് കൃത്യമായ രേഖാമൂലം തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ലാതെ രേഖയുള്ള കാര്യങ്ങൾക്ക് ആത്മാർത്ഥമായി സഹായം ചെയ്യാൻ ഇതുപോലെ ഒരു ജീവിതം നമ്മുടെ ഈ നാട്ടിൽ ഇനി ഉണ്ടാകുകയാണ്. ഞാൻ സഹായം മേടിച്ച ആളല്ല, പക്ഷേ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞ് ജീവിച്ച ഒരാളാണ്. പലർക്കും വേണ്ടി ആപ്ലിക്കേഷൻ എഴുതി കൊടുത്ത് പലർക്കും സഹായം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ആളാണ് ഞാൻ പുള്ളിയുടെയൊക്കെ പോയി സഹായം ചോദിച്ചിട്ടില്ല, ദൈവം ഞാൻ അവസരം തന്നില്ല. പക്ഷേ സഹായിച്ചവരെ പുള്ളി നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുമ്പോൾ ഈ ലോകം അവസാനിക്കത്തോളം കാലം പുള്ളിയുടെ ആത്മാവ് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. എന്തായാലും ഉമ്മൻചാണ്ടി സാറിന്റെ, അതായത് നമ്മുടെ പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3 ആണ്ട് തികയുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളാണ് നമ്മോടിപ്പോൾ പങ്കുവെക്കുകയുണ്ടായത്. ഉമ്മൻചാണ്ടി സാറ് മരണപ്പെടുമ്പോൾ സൗദി അറേബ്യയിലാണ്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കബറടത്തിൽ വരണം എന്നുള്ളത്. ഇന്നത്തെ ദിവസം നമ്മൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് ഇവിടെ, അതിനേക്ക് വന്ന് മൂപ്പര് ഇത് വേണം. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഇവിടെ വന്നു. പിന്നെ ആ വിലാപയാത്ര വരുമ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഓട്ടം ഉണ്ടല്ലോ, അത് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കും. മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ട് കഴിഞ്ഞാലും നന്മ പറയിക്കുക എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കുഞ്ഞുഞ്ഞ സാർ. പാവപ്പെട്ടവരെ സഹായിക്കുക, മരണശേഷം പലരും രാഷ്ട്രീയം അല്ല, ജനസേവകൻ, ജനങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും രാഷ്ട്രീയത്തിന് പുറമെ ഇന്നും ഉണ്ട് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ജനങ്ങൾ. ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല എന്നുള്ളൊരു ഒരു അധ്യായം തന്നെയാണല്ലേ അദ്ദേഹം? അത് ഉറപ്പായിട്ടും. ഇതിന് വേറൊരു മുഖം കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോഴും നമ്മളോടൊപ്പം സ്നേഹം വെച്ച് പങ്കിട്ട് ഞാൻ ഈരാറ്റുപേട്ടയിൽ നിന്നും കാണാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വിടവ് നികത്താനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്? മറക്കാനാവാത്ത എല്ലാ പാവങ്ങളെയും സഹായിച്ചും കാര്യങ്ങൾ ഇന്നുവരെ ഇതുപോലെ ഒരു ആർക്കും ചെയ്യുവാൻ സാധിക്കാത്ത രീതിയിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഇത്ര ജനങ്ങളെ പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴോ ആ ലൈനിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇന്നും അത് ഓർത്തു പോവുകയാണ്. മുഖ്യമന്ത്രി എന്നതിന് അപ്പുറത്തേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് വേരോടിച്ച ഒരു മനുഷ്യൻ്റെ നിലയിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദം അതെപ്രകാരമായിരുന്നു എന്നൊന്ന് പറയാം. അത് നല്ലൊരു ഇതായിരുന്നു. ജീവിച്ചിരുന്നിടത്തോളം കാലം, അങ്ങനെ മരിക്കുന്നിടത്തോളം കാലം, ആശുപത്രി പോകുന്നിടം വരുന്ന നമ്മളോടൊപ്പം ഒത്തിരി സഹകരിച്ച് നിന്ന പാർട്ടിയാണ്. അദ്ദേഹം ചെയ്ത സേവനങ്ങളുണ്ട്. കാരണം പല ആൾക്കാരുടെ അനുഭവങ്ങൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ നാട് തന്നെ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമീപിച്ച് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പാവങ്ങൾക്ക് എന്നും ഓർമ്മിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പകരം മറ്റാരുമില്ല എന്നുള്ളതാണല്ലേ? അത് എൻ്റെ അഭിപ്രായമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട്, എതിരാളികളോട് പോലും ശത്രുതാമനോഭാവം വെച്ച് പുലർത്താത്തൊരു നേതാവ്. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്വന്തം ജീവൻ പോലും നോക്കാതെ, ജീവിതം പോലും നോക്കാതെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വടകര മുഴുവൻ
നിങ്ങൾ ഇവിടെ വീട് എവിടെയാ? വീട് വടകര. ഈ ഒരു ദിവസം ഇതിനായിട്ട് വന്നു. എന്തായാലും അതാണ് ഇവിടെയുള്ള ആളുകളല്ല എങ്കിൽ പോലും അദ്ദേഹത്തോടുള്ള ഒരു ആത്മബന്ധത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം അതിന്റെ ഒക്കെ ഒരു അടയാളമാണ് ഇന്ന് ഈ ദിവസം ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ദിനത്തിൽ ഇവിടെ സന്ദർശിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇവരെത്തിയതെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാനുഷിക തലത്തിൽ ഏവരുടെയും ഉള്ളിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി ഇന്നും ജീവിക്കുന്നു.